ഹായ് ഓൾ, വെൽക്കം ടു മൂവി ക്ലബ്. കാലാവസ്ഥയോടും വന്യമൃഗങ്ങളോടും പടപൊരുതി കേരളത്തിൻ്റെ മലയോര മേഖലയെല്ലാം കൃഷിഭൂമിയേക്ക് മാറ്റിയ കർഷകരെക്കുറിച്ചെല്ലാം നമുക്ക് ഒരുപാടറിയാം. ഇത്തരത്തിൽ കാലാവസ്ഥയോട് പടപൊരുതി വന്യമൃഗങ്ങളോടും തനിക്ക് ചുറ്റുമുള്ള മനുഷ്യരോടും എതിർത്തു നിന്നുകൊണ്ട് തരിശു ഭൂമിയെ കൃഷിഭൂമിയേക്ക് മാറ്റിയ ഒരു കർഷകൻ്റെ കഥ, ദി പ്രോമിസ്ഡ് ലാൻഡ്. 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജർമ്മൻ പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ചിരുന്ന ക്യാപ്റ്റൻ ലുഡ്വിൻ കേലൻ എന്ന് പറയുന്ന ഡെൻമാർക്ക് സ്വദേശി തൻ്റെ സൈനിക സേവനത്തിന് ശേഷം തൻ്റെ ജന്മനാടായ ഡെൻമാർക്കിലേക്ക് തിരിച്ചു വരികയും അവിടെ തരിശു ഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ട് ഒരു കോളനി സ്ഥാപിക്കണമെന്ന ആവശ്യം ഡെൻമാർക്ക് രാജാവിനും അവിടെയുള്ള പ്രഭുക്കന്മാർക്ക് മുന്നിലും ഇയാൾ അവതരിപ്പിക്കുന്നു. ആ തരിശു ഭൂമി കൃഷിക്കും അതുപോലെ തന്നെ താമസത്തിനും അനുയോജ്യമായി കഴിഞ്ഞാൽ തനിക്ക് പ്രഭു എന്നുള്ള പദവി വേണമെന്നുള്ളതായിരുന്നു ലുഡ്വിൻ കേലൻ്റെ ആവശ്യം. മനസ്സോടുകൂടി അവിടെയുള്ള പ്രഭുക്കന്മാരെല്ലാവരും തന്നെ കേലൻ്റെ ഈ ഒരു ആവശ്യം അംഗീകരിച്ചു കൊടുക്കുന്നു. തരിശു ഭൂമിയിലേക്ക് എത്തിച്ചേർന്ന ലുഡ്വിൻ കേലനെ കാത്തിരിക്കുന്നത് പരീക്ഷണങ്ങൾ നിറഞ്ഞ ഒരു രാത്രിയായിരുന്നു. തൻ്റെ പക്കലുള്ള സമ്പാദ്യം കൊള്ളയടിക്കുന്നതിന് വേണ്ടി ആൻമൈ മൂസ് എന്ന് പറയപ്പെടുന്ന ഒരു ചെറിയ പെൺകുട്ടി ഉൾപ്പെടുന്ന ഒരു നാടോടി ഗ്യാങ് ഇയാളെ അന്ന് രാത്രി ആക്രമിക്കുന്നു. അവരെയെല്ലാം എതിർത്തുകൊണ്ട് ഇയാൾ തൻ്റെ ശ്രമത്തിലേക്ക് വിജയകരമായി മുന്നേറുന്നു. പ്രഭുക്കന്മാരുടെയോ മറ്റുള്ളവരുടെയോ യാതൊരു പിന്തുണയും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ ലുഡ്വിൻ കേലന് തൻ്റെ കൃഷിയിടത്തിലേക്ക് തരിശു ഭൂമിയിലേക്ക് സഹായത്തിന് ആളുകളെ കിട്ടുന്നില്ല. ആ സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഫ്രെഡറിക് ദ ഷിങ്കൽ എന്ന് പറയുന്ന ഒരു ഭൂവുടമ. അദ്ദേഹമാണ് ഈ തരിശു ഭൂമി തൻ്റെ പേരിലാണെന്ന് അവകാശവാദം ഉന്നയിച്ചിരുന്നത്. അയാളുടെ വീട്ടിൽ നിന്നും ഒളിച്ചോടി പോയിരുന്ന ജോഹന്നാസ് ആൻഡ് ബാർബറ എന്നീ ദമ്പതികളെ ഇയാൾ സഹായത്തിനായി കൂടെ കൂട്ടുന്നു. ഷിങ്കലിൻ്റെ വീട്ടിലെ ജോലിക്കാരായിരുന്നു ജോഹന്നാസ് ആൻഡ് ബാർബറ തുടങ്ങിയവർ. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്തുന്നതിനും ശിക്ഷിക്കുന്നതിനും വേണ്ടി ഡെൻമാർക്ക് മുഴുവൻ ആളുകളെ ഷിങ്കൽ അയച്ചിട്ടുണ്ടായിരുന്നു. താൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന തരിശു ഭൂമിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്ന ലുഡ്വിൻ കേലനെ ഷിങ്കൽ തൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിക്കുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഷിങ്കൻ്റെ കസിൻ ഏദൻ ഹെലൻ, ഷിങ്കൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഏദൻ ഹെലന് പക്ഷേ ലുഡ്വിൻ കേലനോട് കണ്ട മാത്രയിൽ തന്നെ ഒരു അടുപ്പം തോന്നുന്നു. അതിക്രൂരനായ ഷിങ്കലിൻ്റെ എല്ലാവിധ ഭീഷണിയെയും മറികടന്നുകൊണ്ട് തൻ്റെ ലക്ഷ്യത്തിലേക്ക് തരിശു ഭൂമിയെ കൃഷിയാക്കി മാറ്റണമെന്നുള്ള സ്വപ്നത്തിലേക്ക് യാത്ര തിരിക്കാൻ തന്നെയായിരുന്നു ലുഡ്വിൻ കേലൻ്റെ തീരുമാനം. കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കടൽ തീരത്തേക്ക് ലുഡ്വിൻ കേലൻ ജോഹന്നാസിനെ അയക്കുന്നു. ഈ സമയത്ത് ദ ഷിങ്കലിൻ്റെ വീട്ടിൽ വെച്ച് ആ ഭാഗത്തുള്ള മുഴുവൻ ഭൂവുടമകൾക്കും വേണ്ടി ഒരു വിരുന്ന് സംഘടിപ്പിക്കുന്നു. ഷിങ്കലിൻ്റെ കസിനായിരുന്ന ഏദൻ ഹെലൻ നമ്മുടെ ലുഡ്വിൻ കേലനെ ആ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ആ വിരുന്നിലേക്ക് എത്തപ്പെട്ട ലുഡ്വിൻ കേലൻ്റെ മുന്നിലേക്കും അവിടെയുള്ള മറ്റ് അതിഥികളുടെയും മുന്നിലേക്ക് ഷിങ്കൻ പിടികൂടിയ ജോഹന്നാസ് എന്ന് പറയുന്ന നമ്മുടെ കേലൻ്റെ സഹായിയെ അവിടെ എത്തിക്കുന്നു. തുടർന്ന് ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കൂടിനകത്തേക്ക് ജോഹന്നാസിനെ തള്ളിയിടുകയും തിളച്ച വെള്ളം മുകളിലേക്ക് ഒഴിച്ചുകൊണ്ട് ജോഹന്നാസിനെ അവിടെ വെച്ച് ഷിങ്കൻ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. സഹായത്തിന് ആരും തന്നെ ലഭിക്കാതിരുന്ന ലുഡ്വിൻ കേലന് അവസാനം ആൻമൈ മൂസ് എന്ന് പറയുന്ന പെൺകുട്ടി ഉൾപ്പെടുന്ന നാടോടി ഗ്രൂപ്പിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരേണ്ടതായിട്ട് വരുന്നു. അവർക്ക് മാന്യമായ ശമ്പളം ഓഫർ ചെയ്തുകൊണ്ട് ആ നാടോടി ഗ്യാങ്ങിനെ തൻ്റെ കൂടെ തരിശു ഭൂമിയിലേക്ക് കൃഷിക്ക് വേണ്ടി ലുഡ്വിൻ കേലൻ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാം. തുടർന്ന് ഇയാൾ അവിടെയുള്ള പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും നേരിട്ടുകൊണ്ട് അവിടെ കിഴങ്ങ് കൃഷി ആരംഭിക്കുന്നു. ഈ വിവരം അറിഞ്ഞിരുന്ന രാജാവ് ഇയാൾക്ക് വേണ്ടി ജർമ്മനിയിൽ നിന്നും കോളനിസ്റ്റുകളെ താമസിക്കുന്നതിന് വേണ്ടി അയച്ചു കൊടുക്കുന്നുണ്ട്. താൻ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്ന തരിശു ഭൂമി കൃഷിഭൂമിയേക്ക് മാറ്റിയ ലുഡ്വിൻ കേലനോട് ഷിങ്കലിന് അടങ്ങാത്ത പക രൂപപ്പെടുന്നു. ഇയാളെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയും തരിശു ഭൂമിയിൽ നിന്ന് ഓടിപ്പിക്കുന്നതിന് വേണ്ടിയും ഷിങ്കൻ കുറച്ച് വാടക ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നു. അവർ ഒരു ദിവസം രാത്രി നമ്മുടെ കേലൻ്റെ കോളനിയിലേക്ക് കടന്നു ചെല്ലുകയും അവിടെയുണ്ടായിരുന്ന 2 വ്യക്തികളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ജോഹന്നാസിൻ്റെ മരണത്തിന് ശേഷം ലുഡ്വിൻ കേലൻ്റെ സഹായിയായി നിലനിന്നിരുന്ന ആൻ ബാർബറയും കേലൻ സഹായത്തിന് വേണ്ടി കൊണ്ടുവന്നിരുന്ന ആൻമൈ മൂസ് എന്ന് പറയുന്ന നാടോടി പെൺകുട്ടിയുമെല്ലാം തന്നെ പിന്നീട് വളരെയധികം അടുപ്പത്തിലാവുകയും ഇവർ 3 പേരും ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ തന്നെ ജീവിച്ചു പോരുകയും ചെയ്യുന്നുണ്ട്. ഷിങ്കലിനോട് പ്രതികാരം ചെയ്യുക എന്നുള്ളത് കേലൻ്റെ ഒരു ആവശ്യമായിരുന്നു. ഇതിനുവേണ്ടി കേലൻ തൻ്റെ ഭൂമിയിൽ താമസമാക്കിയിരുന്ന കോളനിസ്റ്റുകളോട് സഹായം ആവശ്യപ്പെടുന്നു. പക്ഷേ കോളനിസ്റ്റുകൾ മുന്നോട്ട് വെച്ച ഒരു ആവശ്യമുണ്ടായിരുന്നു. തങ്ങൾക്ക് വന്നു ചേർന്ന ഈ ദുരന്തത്തിനും അപകടത്തിനുമെല്ലാം കാരണം ആൻമൈ മൂസ് എന്ന് പറയുന്ന നാടോടി പെൺകുട്ടിയുടെ സാന്നിധ്യമാണ്. അവളെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കാതെ ഞങ്ങളാരും നിങ്ങളോടൊപ്പം പ്രതികാരത്തിന് വരില്ല എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. വേറെ വഴിയില്ലാതെ കേലൻ നമ്മുടെ ആൻമൈ മൂസ് എന്ന് പറയുന്ന പെൺകുട്ടിയെ ഡെൻമാർക്കിലെ തന്നെ ഒരു കോൺവെൻറ്റിലേക്ക് പറഞ്ഞയക്കുന്നു. ഇതിലെല്ലാം വളരെയധികം എതിർപ്പ് തോന്നിയ ആൻ ബാർബറ വിഷമിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുന്നു.
തൻ്റെ ഭർത്താവായ ജോഹന്നാസിനെ കൊലപ്പെടുത്തിയ ഷിങ്കലിനെ കൊല്ലുക എന്നുള്ളത് തന്നെയായിരുന്നു ആൻ ബാർബറയുടെയും ലക്ഷ്യം. ലുഡ്വിൻ കേലൻ്റെ വീട്ടിൽ നിന്നും ഈ ഒരു ലക്ഷ്യവുമായിട്ടാണ് ആൻ ബാർബറ പടിയിറങ്ങി പോകുന്നത്. തുടർന്ന് ഒരു ദിവസം രാത്രി ലുഡ്വിൻ കേലനും തൻ്റെ സഹായികളും കൂടി തൻ്റെ കോളനിയിലേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളെ കൊല്ലുകയും ചെയ്തിരുന്ന ഷിങ്കലിൻ്റെ വാടക ഗുണ്ടകളെ കൊലപ്പെടുത്താനായിട്ട് യാത്ര തിരിക്കുന്നു. അവിടെ വെച്ച് വാടക ഗുണ്ടകളെയും തുടർന്ന് ഇതിനെല്ലാം ഒത്താശ ചെയ്തിരുന്ന ഒരു മേലുദ്യോഗസ്ഥനെയും ഇവർ കൊലപ്പെടുത്തുന്നു. ഇതിൻ്റെ ഭാഗമായി ലുഡ്വിൻ കേലന് ലഭിച്ചിരുന്ന പ്രഭു എന്നുള്ള പദവി സർക്കാർ നിഷേധിക്കുന്നു. സഹായത്തിന് ആരും തന്നെ ഇല്ലാതിരുന്ന ലുഡ്വിൻ കേലനെ ഷിങ്കൽ തൻ്റെ അനുയായികളെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. സിനിമയുടെ തുടക്കത്തിൽ തൻ്റെ സഹായിയായിരുന്ന ജോഹന്നാസിനെ ഏത് രീതിയിലാണോ ഷിങ്കൻ കൊലപ്പെടുത്തിയത് അതേ രീതിയിൽ തന്നെ ചാട്ടവാറിനടിച്ച് ശരീരം മുഴുവൻ മുറിവുകളാക്കി ഇരുമ്പിൻ്റെ കൂട്ടിൽ അടച്ചതിന് ശേഷം തിളച്ച വെള്ളമൊഴിച്ച് അയാളെ കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഷിങ്കലിൻ്റെ തീരുമാനം. ക്യാപ്റ്റനെ വെറുതെ വിടണമെന്ന് ഷിങ്കലിനോട് ആവശ്യപ്പെടുന്ന ഷിങ്കലിൻ്റെ കസിൻ ഏതൻ ഹെലനെ നമുക്ക് ഈ സമയത്ത് കാണാം. ഹെലൻ്റെ ആവശ്യം അംഗീകരിക്കുന്നതിന് വേണ്ടി ഷിങ്കൻ അയാൾ റൂമിലേക്ക് കടന്നു ചെല്ലുന്നു. ഈ സമയത്ത് അവിടെ വേഷം മാറിയെത്തിയിരുന്ന ആൻ ബാർബറ ഷിങ്കൻ കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യത്തിലേക്ക് അല്പം വിഷം ചേർക്കുകയും ഈ മദ്യം കുടിച്ചതിന് ശേഷം ഷിങ്കലിനെ ആൻ ബാർബറ കത്തികൊണ്ട് അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്ന് ആൻ ബാർബറ അവിടെയുള്ള പോലീസിൻ്റെ പിടിയിലാവുകയും അവൾ കഠിന തടവിലേക്ക് അയക്കപ്പെടുകയും ചെയ്യുന്നു. തികച്ചും ഒറ്റപ്പെട്ടുപോയ സഹായത്തിന് ആരും തല്ലയിൽ ഇല്ലാതിരുന്ന ലുഡ്വിൻ കേലന് തൻ്റെ പല പ്രവൃത്തികളിലും കുറ്റബോധം തോന്നുകയും അതിൻ്റെ ഭാഗമായി ആൻമൈ മൂസിനെയും ആൻ ബാർബറയും എല്ലാം തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നുള്ള അതിയായ ആഗ്രഹം ലുഡ്വിൻ കേലന് ഉടലെടുക്കുന്നു. കോൺവെൻറ്റിലേക്ക് തിരികെ പോയി ആൻമൈ മൂസിനെ ഇയാൾ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. വർഷങ്ങൾ കടന്നു പോകുന്നു. ആൻ ബാർബറയെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി ഇയാൾ നിരന്തരം രാജാവിന് കത്തുകൾ അയക്കുന്നുണ്ടെങ്കിലും തന്നെ അതൊന്നും തന്നെ അംഗീകരിക്കപ്പെടുന്നില്ല. അങ്ങനെയിരിക്കെ തൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്ന ഒരു നാടോടി സംഘത്തോടൊപ്പം ആൻമൈ മൂസ് യാത്രയാവുന്ന രംഗം നമുക്ക് കാണാനായിട്ട് കഴിയും. നിറഞ്ഞ കണ്ണുകളോടുകൂടി ഒരു മകളെ യാത്രയാക്കുന്ന അച്ഛൻ്റെ അതേ സ്നേഹത്തോടു കൂടിയാണ് നമുക്ക് ലുഡ്വിൻ കേലനെ ഇവിടെ കാണാനായിട്ട് കഴിയുക. ഈ സമയത്ത് തടവ് പുള്ളികളെയെല്ലാം തന്നെ അടിമകളായി വിൽക്കാനായിരുന്നു രാജാവിൻ്റെ തീരുമാനം. ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഒരു വണ്ടിയിൽ യാത്ര ചെയ്തിരുന്ന രണ്ട് കൈകളിലും വിലങ്ങണിയിച്ചുകൊണ്ട് യാത്ര ചെയ്തിരുന്ന ആൻ ബാർബറയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ലുഡ്വിൻ കേലൻ യാത്രയാവുന്നു. തൻ്റെ കുതിരപ്പുറത്ത് യാത്രയായ ലുഡ്വിൻ കേലൻ വഴിയിൽ വെച്ചുകൊണ്ട് ഇവരെ തടയുകയും അവിടെ നിന്ന് ആൻ ബാർബറയെ മോചിപ്പിച്ചുകൊണ്ട് തൻ്റെ കുതിരപ്പുറത്ത് രണ്ടുപേരും കൂടി യാത്ര ചെയ്യുന്ന രംഗത്തോടു കൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഈ ഒരു സിനിമ ബയോഗ്രഫിക് സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.